പെരുമഴയിൽ ഭീഷണിയായി കൂറ്റൻ മതിൽ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് ഭീഷണി ഉയർത്തി ഈ മതിലുള്ളത്. തൈക്കാട് മേട്ടുക്കടയിലാണ് പേടിപ്പെടുത്തുന്ന ഈ മതിൽ. കരിങ്കല്ലുകൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന ഭീഷണിയിലാണ്. മതിലിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡ് മനോഹരമായിട്ടും മതിൽ ഭീഷണിയിൽ തന്നെ തുടരുകയാണ്. TV പ്രസാദ് ചേരുന്നു സ്ഥലത്ത് നിന്ന്. പ്രസാദ്, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി റോഡിന്റെ പല ഭാഗങ്ങളും മനോഹരമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അത് മനോഹരമായ കാഴ്ച തന്നെയാണ്. പക്ഷേ ഈ കാലവർഷം മൺസൂൺ ഇങ്ങനെ എത്തിയിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ കനത്ത മഴ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു മതിൽ, അതിനെ പേടിക്കാതെ വയ്യ. ഈ മതിൽ ഏതെങ്കിലും മനുഷ്യന്റെ മേത്തേക്ക് വീണ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുതന്നെയാണ് റോഷ്നി പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ളത്. ഇത് പരിഹരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇതൊന്നും അറിയാത്തവർ ഞാൻ ഈ നിൽക്കുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു അപകടമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിലെ തൈക്കാടുള്ള മേട്ടുക്കട ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കൊന്ന് റോഡ് ഈ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കോടികൾ ചെലവഴിച്ചാണ് വളരെ മനോഹരമായ സ്മാർട്ട് സിറ്റി പദ്ധതി വഴിയുള്ള റോഡുണ്ടാക്കിയത്. റോഡ് മാത്രമല്ല റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നടപ്പാതയും വളരെ മനോഹരമാണ്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നടപ്പാത ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിലെ നടക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന തിരുവനന്തപുരം നഗരം പരിചയമില്ലാത്തവരായിരിക്കും. കാരണം ഇതിൻ്റെ സൈഡിൽ ഭീഷണിയായിരിക്കുന്ന കൂറ്റൻ മതിലിനെ കുറിച്ച് അറിയാത്തവർ നമുക്കിതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിഷു, നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് റോഷ്നി. ഇത് ഉറപ്പായും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടണം. ഇവിടുത്തെ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരണം. കാരണം ഇത് പൊളിച്ചു കളയുക, അതല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഇതൊരു വലിയ അപകടത്തിലേക്ക് പോകും. ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ കെട്ടിൽ നിന്ന് വഴുതി മാറിയിട്ടുണ്ട്. ഇതുവഴി ഈ തൊട്ടടുത്ത് തൈക്കാട് LP സ്കൂളൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികൾ ഒരുപക്ഷെ അറിയാതെ ഇതിലെ പോയി കഴിഞ്ഞാൽ ഈ കെട്ടിടം ഈ ഭാഗം ഇപ്പോൾ നനഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായും നനഞ്ഞു. ഒരൊറ്റ ദിവസം മഴ പെയ്യുമ്പോഴേക്ക് ഇത് നനഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം പറയുന്നത് പോലെ 5 ദിവസമായി കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇത് തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തുടക്കം മാത്രമാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകാം. ഇവിടെ നിന്നാണ് റോഷ്നി ഈ മതിൽ തുടങ്ങുന്നത്. വിഷ്ണു, നമുക്ക് ഈ ഭാഗത്ത് നിന്നൊന്നുകൂടി കാണിച്ചു കൊടുക്കാം. ഇവിടെയാണ് ഈ മതിൽ തുടങ്ങുന്നത്. മതിൽ തുടങ്ങുന്ന ഈ ഭാഗത്ത് ഇത് കണ്ടല്ലോ, ഇതുപോലെയുള്ള അവസ്ഥ. ഇവിടുന്ന് താഴേക്ക് നമുക്ക് കാണിക്കാം. ഇത് ഈ മതിൽ തുടങ്ങുന്ന ഭാഗമാണ്. റെയിൽവേയുടെ കോമ്പൗണ്ടാണ്. റെയിൽവേ ഡിവിഷണൽ ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ യഥാർത്ഥത്തിൽ ഏറ്റവും ഭീഷണിയായ ഭാഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാട് കയറി കിടക്കുന്ന കോമ്പൗണ്ടാണ്. ആരും ഒന്നും വൃത്തിയാക്കാറില്ല. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഭാഗമായി കൂട്ടിയിട്ടിരിക്കുന്നു. തൊട്ടപ്പുറം പലവിധ ഓഫീസുകളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും ഒക്കെ ആയിട്ട്. നമ്മളിതിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഭീഷണിയുള്ള ഒരു ഭാഗം കാണിച്ചു തരാം. ഇത്ര മനോഹരമായ നടപ്പാതയുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് മുമ്പിൽ നടന്നു പോകുന്ന ആൾക്ക് ഈ വഴിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളാണ്. അറിയുമായിരുന്നുവെങ്കിൽ ഇതുവഴി പോകില്ല എന്നതാണ്. ഇതൊക്കെ നമുക്ക് കാണാം. ഇതൊന്നും വലിയ ഭീഷണിയല്ല എന്ന് പറയാം. ഇതൊന്നും തലയിൽ വീണാൽ ഒരു പക്ഷേ മരിച്ചു പോകില്ല എന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ തീർന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം വിഷ്ണു. ഇതാണ് ഇതിൻ്റെ ഒരു ഭീകരത വിളിച്ചോതുന്ന ഒരു സ്ഥലം. അതായത് ഈ ഭാഗം, ഈ സ്മാർട്ട് സിറ്റി റോഡ് പണിയുന്ന സമയത്ത് പൊളിഞ്ഞു വീണതാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. ഇനിയിപ്പോൾ ഇതുവഴി പോയാൽ നോക്കൂ റോഷ്നി, ഈ മരം വളർന്ന് ഇതിൻ്റെ ഉള്ളിലെ കല്ലുകൾ ഏത് സമയവും താഴേക്ക് നിലംപൊത്തും എന്ന നിലയിലാണ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ഒരാൾക്ക് ഏത് നിമിഷവും അവരുടെ തലയിലേക്ക് വീഴാം എന്നതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇവിടെയെല്ലാം ഇത് തകർന്നു കിടക്കുന്നു. എന്തുകൊണ്ട് അധികൃതർ ഇത് മാറ്റിപ്പണിതില്ലെന്ന് മാത്രമല്ല അറ്റകുറ്റപ്പണി പോലും നടത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കൂറ്റൻ ഒരു വിണ്ട് കീറിയിട്ടുണ്ട്. നമ്മൾ കൂരിയാട് റോഡിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു വിണ്ട് കീറലാണിത്. മഴ ഒന്നുകൂടി കനത്താൽ, വെള്ളം വന്ന് ഇത് നനഞ്ഞാൽ ഇത് ഉറപ്പായും തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അധികൃതർ അനങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്ര മനോഹരമായ റോഡിനോട് ചേർന്നുള്ള നടപ്പാതയിലൂടെ ഒരാൾക്കും നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരു ദൃശ്യങ്ങൾ കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം റോഷ്നി. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിലൂടെ
പുറത്തേക്ക് വന്ന മരത്തിൻ്റെ ഭാഗമാണ്. അതായത് ഈ കല്ല് പൂർണ്ണമായി ഇളകിക്കിടക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നടപടിയെടുക്കേണ്ടവർ നടപടിയെടുത്തില്ല എങ്കിൽ നാളെ ഖേദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാനുള്ളത്. റോഷ്നി, തീർച്ചയായും പ്രസാദ്, ശ്രദ്ധിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല, അധികൃതർ കൂടി കാണാനുള്ളതാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാമെന്ന തരത്തിൽ നിൽക്കുന്ന ഈ മതിൽ അത് അപകട ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ്. അതിനടിയിലൂടെ അതാ ആളുകൾ വരിവരിയായി നടന്നു പോകുന്ന ഇടമാണ്. നഗരമധ്യത്തിൽ തന്നെ ഇത്തരം ഒരു കാഴ്ച അതുണ്ടാവരുത്. ഒരു അപകടം സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഇത് പറയുന്നത്. അപകടം കഴിഞ്ഞത് വാർത്തയായിട്ടും മുൻകരുതലുകൾ എടുത്തിട്ടും ഒരു കാര്യവുമില്ല. നമുക്ക് കോഴിക്കോട്ടേക്ക്